എപ്പോഴും നമ്മൾ മനസ്സിലാക്കി കല്യാണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ ഈ കോളേജിലൊക്കെ നമ്മൾ റാഗിങ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ ഫസ്റ്റ് ഡേ പോകുമ്പോ തന്നെ ടെൻഷൻ ആയിരുന്നു. റാഗിങ് എത്ര നാളുണ്ടാവും റാഗിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അപ്പൊ റാഗിങ് വഴി അതൊരു പ്രണയത്തിലാവുക, പിന്നെ പ്രണയം വിവാഹത്തിലാവുക, പിന്നെ ഇപ്പൊ അത് ബെറ്റർ ഹാഫ് ആയിട്ട് വീട്ടിലിരിക്കുക, അതൊക്കെ എല്ലാം നമ്മള് ലൈഫായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ലൈഫായിട്ട് വളരെ ബന്ധമുള്ള ഒരു സംഭവമാണ്. ആ ഒരു ട്രാക്ക് എങ്ങനെയായിരുന്നു? ആ ട്രാക്ക് എന്ന് പറഞ്ഞാ ആ കഥയിലെ നായകൻ ഞാനും നായിക എന്റെ ഭാര്യയാണ്. ശരിക്കും പറഞ്ഞ ഞാന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആണ്, ഞാൻ തേർഡ് ഇയറിൽ പഠിക്കുമ്പം പുള്ളിക്കാരി ഫസ്റ്റ് ഇയർ വരുന്നു. അങ്ങനെ ഞങ്ങളൊരു സീനിയർ ജൂനിയർ ബന്ധമായിരുന്നു ആദ്യം. അതും ഈ പറഞ്ഞ ഒരു കഥയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആ കഥ പറയുമ്പോ ചിലർക്ക് അത് വിശ്വാസമാവുന്നില്ല. ഞാൻ ആ കഥ ഒരു ഇന്റർവ്യൂല് പറഞ്ഞപ്പോഴേ ഇത് ഉണ്ടാക്കിയ കഥയാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനിനി അത് പറയാം. ആൾക്കാർക്ക് ഇപ്പൊ എന്താ പറയാൻ പറ്റാത്ത? ആൾക്കാർ എന്തും പറയും. അതായത് വേറൊന്നുമില്ല, എന്റെ വീടിന്റെ അവിടുന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറത്താണ് പുള്ളിക്കാരുടെ വീട്. ഞങ്ങള് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞ ഞാൻ തേർഡ് ഇയർ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയിൽ പഠിക്കുന്ന സമയത്താണ് ഇയാള് വരുന്നത് കോളേജിലേക്ക്. അപ്പം ഇത് വരണേക്കാളും മുമ്പ് ഒരു സംഭവം ഉണ്ട്. ഈ കുട്ടിയുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് എന്റെ അമ്മയുടെ വീട്, മാപ്രാണെന്ന് പറയും. അപ്പം അവിടെ എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്, അജ്മൽ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ എന്റെ അടുത്ത് അന്നേരം നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അറിയാലോ, ഇങ്ങനെ ചില്ലായിട്ട് നടക്കുന്നു, അത്യാവശ്യം ഇങ്ങനെ കോഴിത്തരൊക്കെ കാണിച്ചിട്ട് നടക്കുന്ന ഒരു വായ നോക്കി നടക്കുന്ന ഒരു സമയം. അപ്പം ഇവൻ അജ്മൽ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ അവിടെ നിന്ന് വരുന്നുണ്ട്, ശ്രീദേവി എന്നാണ് പേര്. അപ്പൊ അവള് നിനക്ക് പറ്റാണെങ്കിൽ നീ അവളൊന്ന് വളച്ച് കാണിക്കുന്ന പറഞ്ഞു. അങ്ങനെയാണ് ഒരു ബെറ്റൊക്കെ വെച്ച് ഞങ്ങള്. അപ്പം ബെറ്റ് എന്തോ സംതിങ് എന്തോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, എന്തോ ചെറിയൊരു സംഭവമാണ്, വലിയ കാര്യമായിട്ടല്ല പറയുന്നു. അപ്പം മെയിൻ ഉദ്ദേശം ഇതാണ്, വളച്ച് കാണിക്കും. എനിക്ക് ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, ഞാൻ കുറച്ച് ടോപ്പാണ് ചുമ്മാ. അപ്പം അങ്ങനെ നോക്കിയപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കിക്കോളാം, എന്തായാലും നോക്കിയിട്ട് ഞാൻ സെറ്റാക്കും, നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി വന്നു. പുള്ളിക്കാരി എന്നിട്ട് ഞാൻ ഫസ്റ്റ് കാണുന്നത് ഇതുപോലെ റാഗ് ചെയ്യാനായിട്ട് വിളിക്കുമ്പോഴാണ്. അവര് 3-4 പേര് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങള് വിളിച്ചു, ആളെ അടുത്തോട്ട് വിളിച്ചിട്ട് പേരും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ എന്നിട്ട് അവളുടെ അടുത്ത് പറഞ്ഞു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സാധനം, ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വരുന്നതാണ്, നീ ഇപ്പം എന്നെ ചായ കേട്ട് മന്ദമായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു തുടങ്ങിയത്. ആളാണെങ്കിൽ ഇത്തിരി ഷൈ ആണ് കുറച്ച്. അപ്പം ആൾക്ക് പേടിയൊക്കെ ഉണ്ട്, പിന്നെ ഞങ്ങള് സീനിയേഴ്സ് ആണ് എന്നുള്ള പേടിയുണ്ട്. ആൾ പിന്നെ ഈ ഗേൾസ് ഓൺലി എന്നൊക്കെ വന്നിട്ട് എന്റെ അതിന്റെ പ്രശ്നവും പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ ചായ ഇട്ട് വന്നു. അപ്പൊ പറഞ്ഞു, നീ എന്നിട്ട് മറ്റേ നാണൊക്കെ അഭിനയിക്ക്, നാണൊക്കെ വേണം, ഇങ്ങനെ ഒന്നുകൊണ്ട് നാണത്തില് ഇങ്ങനെ മറ്റേ പതുക്കെ വന്ന് മറ്റേ കാലം കൊണ്ട് മറ്റേ കളൊക്കെ വരച്ച് അതൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങള് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എന്റെ അടുത്ത് ടാസ്ക് ഉണ്ടല്ലോ, വളയ്ക്കണം എന്നുള്ള ടാസ്ക് ഉണ്ടല്ലോ. അപ്പം ഫസ്റ്റ് നമ്മള് അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഞാനാണ് ഇഷ്ടാന്നൊക്കെ പറയുന്നത്, ഇഷ്ടാന്ന് പറയുന്നു. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കലായി, ഇന്റർവെൽ സമയത്തൊക്കെ സംസാരിക്കലായി. അങ്ങനെ സംസാരിച്ചിട്ടാണ് പതുക്കെ അങ്ങനെ സെറ്റായത്. അത് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയത്. അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് കണ്ട് ക്രഷ് അടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ നേരം പോക്കിൽ തുടങ്ങി, പിന്നെ അത് സീരിയസ് ആയി, പിന്നെ അത് ഭയങ്കര അങ്ങനെ ആയിട്ടാണ് ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. ഒരു മോനുണ്ട്, ഹർഷവർദ്ധൻ എന്നാണ് പേര്. എത്ര നാളപ്പം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു? ഞങ്ങളൊരു 6-7 വർഷത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. എന്നിട്ട് കല്യാണം കഴിച്ചത്. കല്യാണം ഡേറ്റ് ഫെബ്രുവരി 14-ാം തീയതി. ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻസ് ഡേ അന്നാണ് കല്യാണം. ഓ, ഫെബ്രുവരി 14. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ചെറിയ സെഗ്മെന്റിലോട്ട് പോവാണ്. നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, നമുക്കൊരു ചെറിയ സെഗ്മെന്റിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഈ സെഗ്മെന്റിന്റെ പേരാണ്, നമ്മൾ ചക്കമ്പക്കം എന്നാണ് ഷോയുടെ പേര്. അപ്പൊ ഈ സെഗ്മെന്റിൽ എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ച് സീരിയലിന്റെ പേര് പറയും. അത് ഏത് സീരിയലാണെന്ന് ചേട്ടൻ ഐഡന്റിഫൈ ചെയ്യണം. ഇംഗ്ലീഷിൽ ഞാൻ ഇംഗ്ലീഷിൽ പറയും, ചേട്ടൻ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, മലയാളം സീരിയൽ തന്നെയാണോ?
ആ. മലയാളം സീരിയൽ തന്നെ. ഏഷ്യാനെറ്റിലെ സീരിയൽ തന്നെയാണ്. ഏഷ്യാനെറ്റിലോ ഏത് ചാനലിലും ഉണ്ടാവാം, അങ്ങനെ. ഏതും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫാമിലി ലാമ്പ്. ഏത്? ഫാമിലി ലാമ്പ്. കുടുംബവിളക്ക്. ആ, ഓക്കെ, എളുപ്പമായിരുന്നു അല്ലേ? അത് നമ്മുടെ അച്ഛനായിട്ട് ആ, പുള്ളി KK മേനോൻ ഉണ്ട് അതില്. ആ. അതെ അതെ. ഓക്കെ, അടുത്തത് മൈ സോൾഫുൾ ഡോട്ടർ. മൈ മൈ സോൾഫുൾ ഡോട്ടർ. ഇതൊക്കെ ഭയങ്കര എളുപ്പമാ, എനിക്കറിയാലോ. എന്റെ സോൾഫുൾ ഡോട്ടർ. ഇവിടുന്ന് ഓ ഐ സീ മീ യു സീ യു. ആ, എന്റെ മനസ്സ് പുത്രി. ഓക്കെ, അത് തെറ്റിച്ചട്ടോ. ഇതിന് പണിഷ്മെന്റ് കൊടുക്കാലോ. പണിഷ്മെന്റ് കാര്യം ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പണിഷ്മെന്റ് ഉണ്ട്, നമ്മൾ ഏത് തെറ്റിച്ചാലും ഞാൻ ശരിയാക്കിയാണ്. എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. ഈ പണിഷ്മെന്റിന്റെ പേരാണ് സ്പോട്ട് റാഗിങ്. ആ, ചേട്ടനാണെങ്കിൽ എനിക്കറിയാം റാഗിങ് വീരനാന്ന് എനിക്കറിയാം. വീരനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്നെ റാഗ് ചെയ്യണം. ഞാൻ ജൂനിയർ കുട്ടി, ചേട്ടൻ സീനിയർ ചേട്ടൻ. ഓ, റാഗ് ചെയ്യണം. എന്ത് പറഞ്ഞ റാഗ് ചെയ്യും? ചേട്ടനല്ലേ റാഗിങ് വീരൻ. എന്റെ അടുത്താണ് ചോദിക്കണേ. ഞാനൊക്കെ പണ്ട് പേടിച്ചു നിന്ന് വെച്ചാ. ആണോ? അത് ശരി. അപ്പം ജൂനിയർ ആണ്. ആ, ജൂനിയർ. എന്താ പേര്? മെഹർ. ഏ? മെഹർ. ഒച്ചല് പറ. മെഹർ. മെഹർ. ആ. ഓ, എവിടെന്നാ വരുന്നേ? എറണാകുളം. എറണാകുളം എവിടെ? കലൂര്. കലൂര്. ആ. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ശരി, പഠിക്കാൻ. പഠിക്കാൻ വന്നാ? ആ. ഓക്കെ, എന്നാ ഞാന് കുറച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാ അതുപോലെ ചെയ്യാൻ പറ്റുമോ? എന്തോ ഒരു കാര്യം പറഞ്ഞ അതുപോലെ ചെയ്യാൻ പറ്റുമോ? ആ, പറ്റുമോ? എന്തേട്ടാ? ഒന്ന് എഴുന്നേറ്റ്. എഴുന്നേൽക്ക്. എണീക്കണോ? ഡാൻസ് കളിക്കാനൊന്നും പറയരുത്. അല്ല, എഴുന്നേൽക്ക്. എന്നിട്ട് ഒറ്റ കാലിൽ നിന്നിട്ടേ, ഒറ്റ കാലിൽ നിനക്കറിയോ? ഒന്ന് നിന്നോട്ടെ. ഒറ്റ കാലിൽ നിന്നോ. എന്നിട്ട് 2 ചാട്ടം അങ്ങോട്ട് ഇങ്ങോട്ട് ചാടി. ചാട്. മതിയില്ലേ? ഞാൻ വേറെ കാര്യം പറയാം. നല്ല പാട്ട് പറഞ്ഞ ആളല്ലേ? എന്തായാലും ഒരു പാട്ട് പാട്. എന്നെ സുഖിപ്പിച്ചോണ്ടൊരു പാട്ട് പാടണം. രാത്രി ശുഭരം. ഇത് കേട്ടാ ഞാൻ എങ്ങനെ ഞാൻ സുഖിക്കുന്ന പറയണേ? അത് കേട്ടഞ്ഞ എനിക്ക് സുഖിക്കണ പാട്ടോ? സുഖിക്കണം. കുഞ്ചിയമ്മയ്ക്കഞ്ച് മക്കളാണ്, അഞ്ചാമന പഞ്ചാര കുഞ്ചു. പാടിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും അവിടെ കോളേജിൽ പഠിക്കുമ്പോ? പാടിട്ടുണ്ട്. ഞാനീ പണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ. ആണോ? അത് ചേട്ടൻ ഡാൻസ് കളിക്കോ? അയ്യോ, കഴിഞ്ഞു പണിഷ്മെന്റ് കഴിഞ്ഞു ചേട്ടനെ. മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച സീരിയലാണ് സാന്ത്വനം. സാന്ത്വനത്തിന്റെ 2ാം ഭാഗം എത്തുമ്പോൾ ഈ കഥാപാത്രങ്ങളെല്ലാം വീണ്ടും എത്തുമോ എന്ന് ആരാധകർ തുടക്കം മുതൽ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 2 കുടുംബങ്ങളിലെ കഥയാണ് സാന്ത്വനം 2ാം ഭാഗം പറഞ്ഞത്. അതുമാത്രമല്ല, സാന്ത്വനം ആദ്യ ഭാഗത്തിൽ 3 നായകന്മാരാണെങ്കിൽ ഇവർക്ക് തുല്യ പ്രാധാന്യമുള്ള മറ്റ് 4 പേർ അടങ്ങുന്നതാണ് ഇപ്പോഴത്തെ സാന്ത്വനം 2ാം ഭാഗം. ഇതിലെ ആര്യൻ മിത്ര ലവ് കോംബോയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഹിറ്റായി മാറുന്നത്. തുടക്കത്തിൽ ഉടക്കായിരുന്നെങ്കിലും ഇപ്പോൾ ആര്യനും മിത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ്. ആര്യനായി എത്തുന്നത് ഗിരീഷ് ഗംഗാധരനാണ്. താരത്തിന്റെ കുടുംബ വിശേഷങ്ങളാണ് ഇനി പറയുന്നത്. 6-7 വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ഗിരീഷ് തന്റെ ഭാര്യയെ സ്വന്തമാക്കിയത്.